40 കോടിയാണല്ലോ ഈ ഭവന പദ്ധതിക്കായി പിരിച്ചിട്ടുള്ളത്. തീർച്ചയായും അജിംഷാ, വലിയൊരു പ്രശ്നം തന്നെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഭവന പദ്ധതിക്കായി വാങ്ങിയ ഭൂമി ഇപ്പോൾ നിയമക്കുരുക്കിലായിരിക്കുകയാണ് എന്നുള്ളതാണ്. 40 കോടി രൂപയാണ് ലീഗ് ഈ ഭവന പദ്ധതിക്കായി പിരിച്ചെടുത്തത്. ഭവന പദ്ധതിക്കായി പിരിച്ചെടുത്ത തുക എവിടെ എന്നുള്ള ചോദ്യവും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പല വിധത്തിലുള്ള കാരണങ്ങളാണ്, ഈ തുകയുമായി ബന്ധപ്പെട്ട് പല കാരണങ്ങളാണ് ലീഗ് ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റൊരു പ്രശ്നം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമി ആണെന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡിൽ ഭൂവുടമകളിൽ നിന്ന് വിശദീകരണം തേടിയിരിക്കുകയാണ്. 11 ഏക്കർ ഭൂമിയിലെ ഒരു ഭാഗം കാപ്പിത്തോട്ടം എന്നാണ് വില്ലേജ് ഓഫീസർ നടത്തിയ ഭൂമി വാങ്ങിയ സമയത്ത് ഈ ലീഗ് അതിൽ കൃത്യമായ പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ലേ? തീർച്ചയായും ഈ ഭൂമി വാങ്ങുന്ന സമയത്ത് തന്നെ ലീഗ് വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു. ആദ്യം കണ്ടെത്തിയ ഭൂമി അത് വേണ്ട എന്ന് വെച്ചത് തോട്ടം ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മാറ്റിയത്. അതുപോലും ലീഗിന്റെ ഉള്ളിൽ വലിയ വിവാദ വിഷയമായി നിലനിന്നിരുന്നു. എന്നാൽ കൃത്യമായി ആരും അതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർത്താൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. നിയമക്കുരുക്കിൽ ഉള്ള ഭൂമിയൊക്കെ വാങ്ങുമ്പോൾ വളരെ വിലക്കുറവിൽ കിട്ടും, പക്ഷെ പിരിച്ചത് 40 കോടിയാണ്. അതിനെതിരെ പരാതി ഉയർന്നു, ജോഷില സൂചിപ്പിച്ച പോലെ അല്ലേ? നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. കാരണം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് ആദ്യത്തെ ഭൂമി ഒഴിവാക്കിക്കൊണ്ട് ഈ ഭൂമി വലിയ വില കൊടുത്ത് വാങ്ങാൻ ലീഗ് തയ്യാറായത് എന്നുള്ള ഒരു വിമർശനം അന്ന് തന്നെ ലീഗ് വിവരങ്ങൾ നൽകാനുള്ളത്. ജോഷില, എന്താണ് ഈ ലീഗ് വാങ്ങിയ ഭൂമിയിലെ നിയമക്കുരുക്ക്? 40 കോടിയാണല്ലോ ഈ ഭവന പദ്ധതിക്കായി പിരിച്ചിട്ടുള്ളത്. തീർച്ചയായും അജിംഷാ, വലിയൊരു പ്രശ്നം തന്നെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ഭവന പദ്ധതിക്കായി വാങ്ങിയ ഭൂമി ഇപ്പോൾ നിയമക്കുരുക്കിലായിരിക്കുകയാണ് എന്നുള്ളതാണ്. 40 കോടി രൂപയാണ് ലീഗ് ഈ ഭവന പദ്ധതിക്കായി പിരിച്ചെടുത്തത്. ഭവന പദ്ധതിക്കായി പിരിച്ചെടുത്ത തുക എവിടെ എന്നുള്ള ചോദ്യവും ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പല വിധത്തിലുള്ള കാരണങ്ങളാണ്, ഈ തുകയുമായി ബന്ധപ്പെട്ട് പല കാരണങ്ങളാണ് ലീഗ് ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറ്റൊരു പ്രശ്നം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമി ആണെന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡിൽ ഭൂവുടമകളിൽ നിന്ന് വിശദീകരണം തേടിയിരിക്കുകയാണ്. 11 ഏക്കർ ഭൂമിയിലെ ഒരു ഭാഗം കാപ്പിത്തോട്ടം എന്നാണ് വില്ലേജ് ഓഫീസർ നടത്തിയ ഭൂമി വാങ്ങിയ സമയത്ത് ഈ ലീഗ് അതിൽ കൃത്യമായ പരിശോധനകളൊന്നും നടത്തിയിരുന്നില്ലേ? തീർച്ചയായും ഈ ഭൂമി വാങ്ങുന്ന സമയത്ത് തന്നെ ലീഗ് വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു. ആദ്യം കണ്ടെത്തിയ ഭൂമി അത് വേണ്ട എന്ന് വെച്ചത് തോട്ടം ഭൂമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മാറ്റിയത്. അതുപോലും ലീഗിന്റെ ഉള്ളിൽ വലിയ വിവാദ വിഷയമായി നിലനിന്നിരുന്നു. എന്നാൽ കൃത്യമായി ആരും അതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർത്താൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. നിയമക്കുരുക്കിൽ ഉള്ള ഭൂമിയൊക്കെ വാങ്ങുമ്പോൾ വളരെ വിലക്കുറവിൽ കിട്ടും, പക്ഷെ പിരിച്ചത് 40 കോടിയാണ്. അതിനെതിരെ പരാതി ഉയർന്നു, ജോഷില സൂചിപ്പിച്ച പോലെ അല്ലേ? നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. കാരണം വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് ആദ്യത്തെ ഭൂമി ഒഴിവാക്കിക്കൊണ്ട് ഈ ഭൂമി വലിയ വില കൊടുത്ത് വാങ്ങാൻ ലീഗ് തയ്യാറായത് എന്നുള്ള ഒരു വിമർശനം അന്ന് തന്നെ ലീഗ് വിവരങ്ങൾ നൽകാനുള്ളത്.